പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 2-ാം തീയതി ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിന് അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തി. ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്നു. അനർത്ഥങ്ങൾ അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു, നന്മകൾ കൊണ്ട് നിറച്ച് കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയ കർത്താവിന് സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അപ്പാ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്വസ്ഥമായി ഉറങ്ങുവാൻ സഹായിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അത്ഭുതമായി നടത്തുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. അതിശയമായി നടത്തുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. ശ്രേഷ്ഠമായി നടത്തുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളോടുള്ള കരുണ ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഓരോ നാളും ഞങ്ങളെ പുലർത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. കർത്താവിന്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം, കർത്താവിന്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 34-ാം സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും അവന്റെ നാവിന്മേലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്കും പറയാം, ഞാനും എല്ലാ കാലത്തും എൻ്റെ കർത്താവിനെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പറയുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. ഈ പ്രഭാതത്തിൽ നമുക്കും ഒരുമിച്ച് ആ നല്ല കർത്താവിനെ, ആമേൻ, നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ നടത്തുന്ന നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്ട് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങ് ചെയ്ത നന്മകൾക്കായിട്ട് അങ്ങേക്ക് നന്ദി പറയുവാൻ, അങ്ങ് തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ. ലോകത്തെമ്പാടും ഇരുന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തണം. ഇന്ന് പകൽക്കാലം ഈ പുതുവർഷത്തിന്റെ 2-ാമത്തെ ദിവസത്തിൽ കർത്താവെ ഓരോരുത്തർക്കും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിന്റെ അവസ്ഥകളും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വയറ് വീർത്തിരിക്കുന്ന അനുഭവങ്ങൾ, ആമേൻ, ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ വയറ് വീർക്കുന്ന ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളും നസ്രനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. ബാക്ക് പെയിനുകൾ ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ ഡെലിവറൻസ് ആ ബാക്ക് പെയിനകത്തുനിന്ന് ഈ രാവിലെ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. റേഡിയേറ്റിംഗ് പെയിൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ റേഡിയേറ്റിംഗ് പെയിനുകളും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പരിപൂർണ ആരോഗ്യവും സ്വസ്ഥതയും
തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഓരോരോ ജീവിതത്തിലെ ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ടല്ലോ, അവരുടെ ആവശ്യങ്ങൾ അങ്ങ് അത്ഭുതം ചെയ്യണം. ഈ പ്രഭാതത്തിൽ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത്ഭുതങ്ങളുടെ ദൈവം, യേശുവിൻ നാമത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് തക്ക സമയത്ത് ജോലി കൊടുക്കണം. കർത്താവേ, ഈ വർഷം അങ്ങ് ഞങ്ങളോട് പറഞ്ഞു എല്ലാം ഓൺ ടൈമിൽ നടക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതാതിന്റെ സമയങ്ങൾ കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഉചിതമായ കാര്യങ്ങളെ, ആലോചനകളെ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആ വിഷയത്തിനകത്തും അത്ഭുതങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് അവർക്ക് വേണ്ടി വഴികൾ തുറക്കുന്നതിന് സ്തോത്രം. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കണം. ഈ ദിവസങ്ങളിൽ വളരെ വലിയ കൊയ്ത്ത് ലോകമെമ്പാടും സംഭവിക്കട്ടെ. വലിയൊരു റിവൈവൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഈ വർഷത്തിന്റെ 2-ാം ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് തന്ന അവസരമാണ്. ആമേൻ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ സഭായോഗമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യണം. ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നാളെ ഒരു വെള്ളിയാഴ്ച മാത്രം നമുക്ക് സമയത്തിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ന്യൂ ഇയറിന് ഉപയോഗിച്ചിരുന്ന ടെന്റിനകത്ത് വെച്ചാണ് നാളത്തെ നമ്മുടെ സഭായോഗം നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സമയം 9:30, ഇവിടുത്തെ സമയം 7 മണിക്കാണ് നാളെ സഭായോഗം ആരംഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. പ്രത്യേകിച്ച് അന്യോന്യം ആ സമയം മാറ്റങ്ങളെ ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്ന് പറയണം. സമയത്തിനകത്തൊരു ചെറിയ മാറ്റം, ഒരു വെള്ളിയാഴ്ച മാത്രം, അതായത് നാളെ ഒരു വെള്ളിയാഴ്ച മാത്രം ഇവിടുത്തെ സമയം 7 മണിക്കും ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സഭായോഗം നാളെ ആരംഭിക്കുന്നത്. ടെന്റിനകത്ത് വെച്ചായിരിക്കും. പ്രാർത്ഥിക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നാളത്തെ ആദ്യത്തെ സഭായോഗം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, മഹത്തരമായി തീരട്ടെ. വലിയ ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം, യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്ത് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ വചനം വായിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 2025 2-ാം ദിവസത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുക. ആരംഭ ദിവസത്തിൽ ഇന്നലെ അനേക തീരുമാനങ്ങൾ അനേകർ എടുത്തിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇത് പുതുവർഷം എന്ന് പറഞ്ഞ തീരുമാനങ്ങളുടെ ദിവസങ്ങൾ. ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും, പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഈ ന്യൂ ഇയർ പുതിയ തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും. തീരുമാനത്തിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമുക്ക് എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ജീവിതകാലം മുഴുവനും ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ പ്രാർത്ഥിക്കുന്ന കാര്യം ആദ്യത്തെ 10 ദിവസം പ്രാർത്ഥിച്ചാൽ പോരാ, ഈ വർഷം മുഴുവനും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചിലർ തീരുമാനമെടുക്കും. ഞാൻ ഈ വർഷം ആരംഭം മുതൽ എല്ലാ ദിവസവും ഓടാൻ പോകും, അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോകും, അല്ലെങ്കിൽ ഡയറ്റ് ഫുഡ് കൺട്രോൾ ചെയ്യും എന്നൊക്കെ തീരുമാനങ്ങളെടുക്കും. ആദ്യത്തെ കുറച്ച് ദിവസം ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തുനിന്ന് അങ്ങ് മാറി നിൽക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ദാനിയേലും കൂട്ടരും രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവർ അന്നൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഒരു കാരണവശാലും അവിടുത്തെ ആഹാരം കൊണ്ട് ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല. അവരെടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു. അതുപോലെ ആയിരിക്കണം. ന്യൂ ഇയർ ആയിട്ട് ഈ തീരുമാനമെടുത്തവരാരും തന്നെ പിന്മാറി പോകല്ലേ, തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകല്ലേ. 2-ാം ദിവസം ആകുമ്പോഴത്തേക്കിനും കുറച്ച് മാറി, 3-ാം ദിവസം ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ മാറി. അങ്ങനെ ആകരുത്. എടുത്ത തീരുമാനം എന്താണോ അതിനകത്ത് ഉറച്ചു നിന്ന് 2025 ജയകരമാക്കി തീർക്കണം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പക്ഷെ അതിനെന്നാ വേണം? നമുക്കൊരു കാൽവെപ്പ് ഉണ്ടാകണം, സ്റ്റെപ്പ് എടുത്ത് വെക്കണം. കർത്താവേ, ഞാൻ എടുത്തിരിക്കുന്ന ഡിസിഷനിൽ ഞാൻ എന്ത് ചെയ്യും? അന്ത്യം വരെ ഞാൻ എങ്ങനെ നിൽക്കും? ഉറച്ചു നിൽക്കും എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിക്കണം. അപ്പോഴാണ് കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ പറയും, ഈ വർഷം ഞാൻ ആത്മാക്കളെ നേടാൻ തീരുമാനിച്ചു, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നത്, ഞാൻ സുവിശേഷം പറയുന്നവനായിരിക്കും. ഇതൊക്കെ നമ്മൾ തീരുമാനമെടുക്കും. പക്ഷെ ഇതിലൊന്നും നമ്മൾ എത്താതെ വരുന്നതിന് കാരണം പലപ്പോഴും
പറ്റുന്ന പരാജയം നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ട് പുതുവർഷത്തിന്റെ 2-ാം ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കല്ലേ, ഡിസിഷൻ എടുത്തിട്ട് പുറകോട്ട് പോകല്ലേ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എങ്കിൽ ഈ പുതുവർഷം അനുഗ്രഹപൂർണ്ണമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.